കേരള ഘടകത്തിന്റെ അമരക്കാരൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ പാലായുടെ മണ്ണിൽ മാറ്റത്തിന്റെ പാരജന്യം മുഴക്കിക്കൊണ്ട് പരിവർത്തനത്തിന്റെ കാഹളമോദം കൊണ്ട് കടന്നു വരികയാണ്. അറബിക്കടലും പശ്ചിമഗിരിയും അറബിക്കടലും പശ്ചിമഗിരിയും താലോലിക്കും കേരള മണ്ണിൽ വിദ്വേഷത്തിൻ വിത്തുകൾ പാകി അഴിമതി നേട്ടം കൊയ്തവരേ, ജാതി മതത്തിൻ മതിലുകൾ കെട്ടി തമ്മിലകറ്റി ജയിച്ചവരേ, ശരണം വിളികൾ സ്വാമി ശരണം അയ്യപ്പ ശരണം, ശരണം വിളികൾ അധികാരത്തിൻ ലാത്തികൾ കൊണ്ടു തടുത്തപ്പോ, വിശ്വാസത്തിൻ കർമ്മപഥങ്ങളിൽ ബലിപീഠങ്ങൾ നിറഞ്ഞപ്പോ, വിരിഞ്ഞു താമര മലരുകളിവിടെ ചൊരിഞ്ഞു സൗരഭമീ മണ്ണിൽ, ഞങ്ങൾ പിറന്ന നാടിൻ സ്വന്തങ്ങൾ കരുത്തേകാ, ഞങ്ങൾ പിറന്ന നാടിൻ സ്വന്തങ്ങൾ കരുത്തേകാ. അന്തഃപുരങ്ങൾ അരചന്മാർ സ്വർണം കൊണ്ടു നിറച്ചപ്പോൾ, പൊന്നു വിളഞ്ഞ ഉത്തരി വയലുകൾ വറുതിയിൽ അടിമുടി കരയുമ്പോൾ, സുരേന്ദ്രദീപ്തിയിൽ ഉണരുന്നു ഈ പരിവർത്തന ജയ പദയാത്ര. ചരിത്ര പതാക
മലരുകളിവിടെ ചൊരിഞ്ഞു സൗരഭമേ വന്നേ. പൊന്നു വിളഞ്ഞ ഉത്തരി വയലുകൾ വിശ്വാസികളെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാന്യനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ സുരേന്ദ്രൻ ജി നയിക്കുന്ന വിജയയാത്രയില भारत माता की
വിജയയാത്രക്ക് നേതൃത്വം നൽകി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, ഈ വേദിയിൽ ഉപവിഷ്ടരായ പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമസ്കാരം. ഫെബ്രുവരി 21-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച വിജയയാത്ര ഇന്ന് രാവിലെയാണ് കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചത്. ഈ ജില്ലയിലെ രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രമാണിത്. ഇന്ന് വൈകുന്നേരം കോട്ടയം നഗരത്തിൽ നടക്കുന്ന സമ്മേളനത്തോടുകൂടി ഈ ജില്ലയുടെ പരിപാടികൾ അവസാനിക്കുകയാണ്. ഈ മാസം 7-ാം തീയതി തിരുവനന്തപുരത്ത് ഈ ജാഥ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട നേതാവ്, ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുകയാണ്. ഈ വിജയയാത്രയിൽ കേരളത്തിലെ ജനങ്ങളോട് സംവദിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ നേരത്തെ നേതാക്കന്മാർ വിശദമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് സുദീർഘമായി എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഭാവാത്മകമായ ഒരു സന്ദേശം പകർന്നു കൊടുക്കാനാണ് വിജയയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. 3 മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വിൽക്കുന്നുണ്ട്. അത് ഈ കേരളത്തിൽ, സമകാലിക കേരളത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള 3 മുദ്രാവാക്യങ്ങളാണ്. ഒരു പുതിയ കേരളത്തെ സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ ചരിത്രം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദുരന്തപൂർണമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അവസാനമുണ്ടാക്കാൻ, കേരളമെത്തിയിരിക്കുന്ന വിനാശകരമായിട്ടുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ, അധപ്പതനത്തിൻ്റെ അഗാധതയിലേക്ക് നിബന്ധിച്ചു പോയിട്ടുള്ള ഈ മലയാളക്കരയെ കൈപിടിച്ചുയർത്തി പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുതുപുലരിയിലേക്ക് ഈ നാടിനെ എത്തിക്കുക എന്നുള്ളതാണ് വിജയയാത്രയിലൂടെ പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഞങ്ങൾ വെക്കുമ്പോൾ ഞങ്ങൾ അർത്ഥമാക്കുന്നത്. ആ പുതിയ കേരളം കഴിഞ്ഞ 60 വർഷക്കാലം നമുക്ക് സംഭവിച്ച പരാജയങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തവും ദുര്യോഗവും ഈ നാട് കട്ടുമുടിച്ചിട്ടുള്ള ഭരണകൂടങ്ങളാണ്. ഭരണത്തിലെ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ പാലായിൽ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 6 പതിറ്റാണ്ട് കാലം ഈ നാട് ഭരിച്ച ഭരണകൂടങ്ങളൊക്കെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചല്ല ചിന്തിച്ചത്, അവർ അവരുടെ വികസനത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതുകൊണ്ട് അഴിമതി വിമുക്തമായൊരു ഭരണം കേരളത്തിലുണ്ടാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. പാവപ്പെട്ട നികുതിദായകരെ കൊള്ളയടിക്കാത്തൊരു ഗവൺമെൻറ് ഉണ്ടാകണം. ഈ നാടിൻ്റെ ഖജനാവ് മോഷ്ടിക്കുന്ന ആളുകൾ അധികാരത്തിൽ വരാൻ വേണ്ടി പാടില്ല. അതാണ് അഴിമതി വിമുക്തമായ ഒരു ഭരണമുണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അഴിമതി വിമുക്തം മാത്രമല്ല, കേരളത്തിൽ പ്രീണന വിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് ഉണ്ടാകേണ്ടത്. ഇനിയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ അനർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വാരിക്കോരിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിന് കൂട്ടുനിൽക്കുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് പ്രീണന വിരുദ്ധമായ ഒരു രാഷ്ട്രീയം ഉണ്ടാകണം. കേരളത്തിലെ വികസനം ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമുക്കാവശ്യം കേന്ദ്രീകൃതമായിട്ടുള്ള വികസനമല്ല, കേരളത്തിനാവശ്യം വികേന്ദ്രീകൃതമായിട്ടുള്ള വികസനമാണ്. ഈ നാടിൻ്റെ പ്രകൃതിയെയും പ്രതിഭയെയും യോജിക്കാൻ സാധിക്കുന്ന, ഈ നാട്ടിലെ അളവറ്റ വിഭവങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന, സമൂഹത്തിൽ എല്ലാ തുറകളിലും പെട്ടവരുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു വികസനത്തെക്കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഈ 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിജയയാത്ര ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ യാത്രക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന വലിയ സ്വീകരണം ഒരു പുതിയ കേരളത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഞങ്ങൾക്ക് പ്രചോദനമാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ജാഥയോട് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷരോടൊപ്പം ജാഥയുടെ സ്ഥിരാംഗങ്ങളായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് പി സുധീർ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നിവേദിത എന്നിവർ ജാഥയുടെ സ്ഥിരാംഗങ്ങളായി ജാഥ നായകനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം ധാരാളം സംസ്ഥാന നേതാക്കന്മാർ ഈ ജാഥയോടൊപ്പമുണ്ട്. അവരെല്ലാവരെയും നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയെയും ജാഥാ നായകനെയും ജാഥയിലൂടെ BJP മുമ്പോട്ട് വെക്കുന്ന പുതിയ കേരളം എന്ന ആശയത്തെയും സ്വീകരിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. അടുത്തതായി സ്വീകരണമാണ്. ആദ്യമായി പാലാ നിയോജക മണ്ഡലത്തിന് വേണ്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ G. രഞ്ജിത്ത് മീന ഭവൻ സ്വീകരിക്കുന്നു. ഒപ്പം ജനറൽ സെക്രട്ടറിമാരായ സരീഷ് മഹേഷ് ചന്ദ്രൻ, ഭാരതീയ ജനതാ പാർട്ടി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന് വേണ്ടി അഡ്വക്കേറ്റ് സനൽ, അടുത്തതായി പുതുതായി പാർട്ടിയിൽ അംഗത്വമെടുക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. പാലാ ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഡോൺ ജോസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നു. പാലാ ബാറിലെ പ്രമുഖ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടിനു സക്കറിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ താമസം കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രിയങ്കരനായ പൂഞ്ഞാർ മാത്യു ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നു. അടുത്തതായി ഭാരവാഹികളുടെ സ്വീകരണമാണ്. ഭാരവാഹികളുടെ സ്വീകരണം. അതിനായി ഭാരവാഹികൾ തയ്യാറായി നിൽക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ B. വിജയകുമാർ, അഡ്വക്കേറ്റ് P. J. തോമസ്, N. K. ശശികുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം സോമൻ തച്ചേട്ട്, ST മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കമലമ്മ രാഘവൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അരുൺ C. മോഹൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് അർച്ചന സൂര്യൻ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് സുരേഷ് B. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഭൃഗു ദാമോദരൻ, മൈനോറിറ്റി മോർച്ച മണ്ഡലം പ്രസിഡന്റ് മാഗി ഡൊമിനിക്, BJP പൂഞ്ഞാർ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സനൽ, കിസാൻ മോർച്ച പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് സോമരാജൻ ആറ്റുവേലിൽ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് കവിത ജയപ്രകാശ്, IT സെൽ മണ്ഡലം കൺവീനർ ശ്രീകാന്ത് MS. ഇനി പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. രാമപുരം പഞ്ചായത്തിന് വേണ്ടി ജയൻ കരുണാകരൻ, കടനാട് നന്ദകുമാർ, മേലുകാവ് അരുൺ ദേവ്, മൂന്നലവ് അനിൽകുമാർ, തലനാട് അനിൽ KB, തലപ്പലം അഡ്വക്കേറ്റ് മോഹൻകുമാർ, ഭരണങ്ങാനം അനിൽ G, കരൂർ മകേഷ് B. നായർ, മുത്തോലി കരികുമാർ, പാലാ മുനിസിപ്പാലിറ്റി സുഭാഷ് സുന്ദർരാജ്, കൊഴുവനാൽ സുരേഷ് കുമാർ, മീനച്ചിൽ അനീഷ് D. നായർ, എലിക്കുളം ഷാനു VS, തീക്കോയി KN ഗിരീഷ്, പൂഞ്ഞാർ തെക്കേക്കര സുരേഷ് ഇഞ്ചയിൽ, പൂഞ്ഞാർ PS രമേശ്, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ബിൻസ് മാളിയേക്കൽ, തിടനാട് പഞ്ചായത്ത് അഡ്വക്കേറ്റ് രാജേഷ് പാറക്കൻ, അടുത്തതായി അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടാണ്. ഗജോത്തമൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ്റെ ഉടമയും എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലായെ ഉത്സവ നഗരിയാക്കിയ അമരക്കാരനും ശബരിമല കർമ്മസമിതിയുടെ താലൂക്ക് അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് ശബരിമല സമരനായകനെ യാത്രാ നായകനെ ഉപകാരം നൽകി സ്വീകരിക്കുന്നു.
ഒരാൾക്കൂടെ ഒറ്റയാളുടെ ബഹുമാനായ PC തോമസ് സാറിന് വേണ്ടി കേരള കോൺഗ്രസിന് വേണ്ടി മുത്തോലി മണ്ഡലം പ്രസിഡന്റ് ജിനു ജോർജ്. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ജി സംസാരിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ രഞ്ജിത്ത്, ഈ ജാഥയുടെ കോർഡിനേറ്ററും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള MT രമേശ്, ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഈ ജാഥയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ശ്രീ P സുധീർ, ജോർജ് കുര്യൻ, C കൃഷ്ണകുമാർ, പ്രഫുൽ കൃഷ്ണൻ, നിവേദിത, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് NK നാരായണൻ നമ്പൂതിരി, പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി NP ശങ്കരൻകുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വചസ്പതി, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗണേഷ്, പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ B രാധാകൃഷ്ണ മേനോൻ, പാർട്ടി ജില്ലാ പ്രസിഡന്റ് നോബൽ മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ ജില്ലാ പ്രസിഡന്റ് N ഹരി, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ലിജിൻ ലാൽ, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ PJ തോമസ്, പാർട്ടിയുടെ മുതിർന്ന നേതാവ്, ഇവിടെ കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനും പാലായുടെ സ്വന്തവുമായിട്ടുള്ള ശ്രീ ജയസൂര്യൻ പാല, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഒട്ടേറെ നേതാക്കളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരുകൾ വായിക്കുന്നില്ല. സന്നിഹിതരായിട്ടുള്ള മറ്റ് സർവാദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അമ്മമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ നട്ടുച്ച വെയിൽ, ഈ വെയിലത്തും നേരത്തെ കാലത്ത് മുതൽ നിങ്ങളിവിടെ വിജയയാത്രയെ വരവേൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദീർഘമായി സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിജയയാത്ര 21 വൈകുന്നേരം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് കോട്ടയത്ത് പാലയിൽ വന്ന് നിൽക്കുന്നത് വരെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാ സ്വീകരണങ്ങളിലും ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നു എന്നുള്ളത് ഈ വിജയയാത്രയിലുടനീളം കാണാവുന്ന ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യാപകമായ തോതിലുള്ള സ്വീകാര്യതയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയെ വർഗീയ പാർട്ടിയായി മാറ്റി നിർത്താൻ ശ്രമിച്ച ഇടത് വലത് മുന്നണികൾക്കേറ്റ തിരിച്ചടിയായി മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടി, നരേന്ദ്രമോദി കൂടുതൽ സ്വീകാര്യനാവുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നുള്ള മന്ത്രം, എല്ലാവരോടുമൊപ്പം, എല്ലാവർക്കും വികസനം, എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എന്നുള്ള മുദ്രാവാക്യം കേരളത്തിലും എല്ലാ വിഭാഗം ജനങ്ങളിലും വ്യാപകമായിട്ടുള്ള സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുക. പാല ഒരു പ്രത്യേക മണ്ഡലമാണ്. മതന്യൂനപക്ഷങ്ങളുടെയും കർഷകരുടെയും താല്പര്യങ്ങൾ ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം ഈ രണ്ട് താല്പര്യങ്ങളെയും ബലി കഴിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന
ആളുകൾ, ട്രാക്ടർ ഓടിച്ച് നടക്കുന്ന ആളുകൾ, കൃഷിക്കാരുടെ ഏത് താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? കോട്ടയം ജില്ലയിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ഒരു നെൽ കർഷകൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് രണ്ടാമത്തെ സംഭവമാണ്, ഒരു സംഭവമല്ല. ഈ നാട്ടിലെ യഥാർത്ഥത്തിലുള്ള കൃഷിക്കാർക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, സപ്പോർട്ട് പ്രൈസ് വേണം, നിർത്തലാക്കുന്നില്ല. പാർട്ടിയാണ് ഞങ്ങൾ, ക്രൈസ്തവ സഭകളുടെ, ക്രൈസ്തവ മതാനുയായികളുടെ പാർട്ടിയാണെന്ന് പറയുന്ന ആളുകളാണല്ലോ. എന്താ അവരുടെ നിലപാട്? മുസ്ലിം തീവ്രവാദ ശക്തികൾ, ഭീകരവാദ ശക്തികൾ കേരളത്തിൽ അരങ്ങ് തകർക്കുമ്പോൾ നിങ്ങളുടെ നിലപാടെന്താ? ക്രൈസ്തവ പെൺകുട്ടികളെ വീട്ടിൽ കയറി വിളിച്ചുകൊണ്ടുപോയി മതപരിവർത്തനം നടത്തി സിറിയയിലേക്ക് അയക്കുന്ന ലവ് ജിഹാദിനെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? UDFന്റെ നിലപാടെന്താ? LDFന്റെ നിലപാടെന്താ? ഇവിടെ മതഭീകരവാദ ശക്തികൾ അഴിഞ്ഞാടുമ്പോൾ കേരളത്തെ ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റാൻ ആസൂത്രിതമായ ശ്രമം നടത്തുമ്പോൾ എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇങ്ങനെ ഇരുന്നാലേ അധികാരം ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാടിനെ ചാമ്പലാക്കാനുള്ള ഭീകരവാദികളുടെ നീക്കത്തെ യോജിച്ച് എതിർക്കുന്നതിന് പകരം നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭീകരവാദികളോടൊപ്പം നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടുകയാണ്. എന്താ പ്രയോജനമാണ്? സമാധാനം തകർക്കുന്ന ശക്തികളുമായിട്ട് നിങ്ങൾ സന്ധി ചെയ്യുക. വർഗീയതയും ഭീകരവാദവും പരസ്പര പൂരകമാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ വികസനം സാധ്യമാവുന്നില്ല. അഴിമതി സാർവത്രികമാവുന്നു. വർഗീയ ശക്തികൾ, ഭീകരവാദികൾ തടിച്ചു കൊഴുക്കുന്നു. ഇതിനെതിരായി ഒരു നിലപാടുമില്ലാത്ത പാർട്ടികളാണ് നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം പാർട്ടികളും. അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ബജറ്റ് വിറ്റ് കാശാക്കുന്നയാളാണ് മാണിസാർ എന്ന് 1.5 കൊല്ലം മുമ്പ് പറഞ്ഞ ആളുകൾ ഇപ്പം രണ്ടും ഒന്നായിരിക്കുന്നു. നോട്ടെണ്ണ ഇന്ന് യന്ത്രമുണ്ട് എന്ന് പറഞ്ഞ്
മാണി സാറേയും കുടുംബത്തെയും കളിയാക്കുന്ന ആളുകൾ ഇപ്പോൾ അവർ നല്ല ആളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ മാണി സി കാപ്പൻ 6 മാസം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ പാലാ പിടിച്ചു. തോൽപ്പിച്ച ആള് മുന്നണിയിലും ജയിച്ച ആള് പുറത്തും. ഇതാണ് രണ്ട് മുന്നണികളും കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാല. ഇവർ ഏതെങ്കിലും സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നിലപാടുകൾ സ്വീകരിക്കുന്നത്? ഏതെങ്കിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർ മാറുന്നത്? ഏതെങ്കിലും ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണോ ഇവർ മാറുന്നത്? ഏതെങ്കിലും ജനവിഭാഗത്തിന്റെ താല്പര്യ സംരക്ഷണാർത്ഥമാണോ ഇവരിങ്ങനത്തെ രാഷ്ട്രീയം കാണിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എന്താ നിങ്ങളുടെ രാഷ്ട്രീയം? ആരുടെ താല്പര്യമാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം നിങ്ങൾ സംരക്ഷിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ താല്പര്യം മാത്രമാണ്. കേരളത്തിൻ്റെ താല്പര്യമല്ല, ജനങ്ങളുടെ താല്പര്യമല്ല, കൃഷിക്കാരുടെ താല്പര്യമല്ല, പാവപ്പെട്ടവരുടെ താല്പര്യമല്ല, നിങ്ങളുടെ സ്വന്തം കീശ വീർപ്പിക്കാനുള്ള താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യത്തെയും നിങ്ങൾ കണക്കാക്കുന്നില്ല. കേരളം ലോകത്തിന് മുമ്പിൽ വികസനം മുരടിച്ച് തളർന്ന് തരിപ്പണമായിരിക്കുന്നു. അനന്തമായ സാധ്യതകളുള്ള ഈ സംസ്ഥാനത്തെ വികസനത്തിൻ്റെ ശവപ്പറമ്പാക്കി നിങ്ങൾ മാറ്റിയിരിക്കുകയാണ്. തൊഴിലില്ലായ്മ, വികസന പ്രതിസന്ധി, ഉൽപാദന മേഖലയിലും കാർഷിക മേഖലയിലുമുള്ള തകർച്ച, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സമ്പൂർണ്ണ പരാശ്രയ സംസ്ഥാനമായി നിങ്ങൾ കേരളത്തെ മാറ്റി. ഈ രണ്ട് മുന്നണികളെയും മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. ഈ രണ്ട് മുന്നണികളുമായി മുന്നോട്ട് പോയാൽ ഇവർ രണ്ടുപേരും നാടിൻ്റെ ശത്രുക്കളാണ്, നാട് നശിപ്പിച്ചവരാണ്, നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്തവരാണ് എന്നുള്ള സത്യം ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തിരിച്ചറിവാണ് BJPക്ക് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയുടെ ഏറ്റവും വലിയ തെളിവായി ഞങ്ങൾ കണക്കാക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ NDA ശക്തമായിട്ട് ഈ നാട്ടിലെ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിലെ ജനങ്ങളെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ, അഴിമതി വിമുക്തമായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരാൻ, എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്താൻ ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നട്ടുച്ച വെയിലത്തും ഞങ്ങളെ വരവേൽക്കാൻ ഇവിടെ കാത്തിരുന്ന എല്ലാ സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൽ ചാലിച്ച നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.